വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കലയിൽ വെള്ളക്കെട്ട് കാരണം ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്. മൈതാനം ജംഗ്ഷനിലെ വെള്ളക്കെട്ട് യാത്രക്കാരെയും കച്ചവടക്കാരെയും ദുരിതത്തിലാഴ്ത്തുകയാണ്. കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മലേറിയ തുടങ്ങിയ പകർച്ചവ്യാധികൾ പിടിപെടാൻ സാധ്യതയുള്ള മലിനജലമാണ് റോഡിൽ കെട്ടിക്കിടക്കുന്നത്. വർക്കല മൈതാനത്തെ ബസ് സ്റ്റോപ്പിന് മുന്നിലും എതിർവശത്തുമാണ് സ്ഥിരമായി വെള്ളക്കെട്ടുള്ളത്. മഴ പെയ്താൽ റോഡിലൂടെ നടക്കാനോ ബസ്സിൽ കയറാനോ പോലും കഴിയാത്ത അവസ്ഥ. ടൗണിലെ പ്രധാന കാത്തിരിപ്പ് കേന്ദ്രങ്ങൾക്ക് മുന്നിലും വെള്ളക്കെട്ടാണ്. ബസ്സുകൾ വളരെ വേഗത്തിൽ വെള്ളത്തിലിറക്കിയാൽ യാത്രക്കാരുടെ ദേഹത്ത് ചെളി തെറിക്കും. ബസ്സിൽ നിന്ന് യാത്രക്കാർ നേരെ ഇറങ്ങുന്നത് ചെളിവെള്ളത്തിലേക്കാണ്. ബസ്സിൽ കയറാനും ഇതേ ബുദ്ധിമുട്ട് സഹിക്കണം. റോഡിന്റെ ചരിവ് ഓടയുള്ള ഭാഗത്തേക്ക് കൃത്യമായി ക്രമീകരിച്ച് വെള്ളം ഒഴുക്കുന്ന രീതിയിൽ പുനർനിർമ്മാണം ആവശ്യമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വർക്കല നഗരസഭയുടെ കൊതുകു വളർത്തൽ കേന്ദ്രമെന്ന പരിഹാസവുമുണ്ട്. കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല, ആളുകൾക്ക് വണ്ടിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് കയറാനൊന്നും പറ്റത്തില്ല. ഇത് 5-6 വർഷം കൊണ്ടേ ഇങ്ങനെ കിടക്കും. എല്ലാവരെയും അറിയിച്ചു, നമ്മൾ അറിയിക്കേണ്ടിടത്തെല്ലാം അറിയിച്ചു. ഓരോരുത്തരെയും അറിയിക്കാൻ പറയും, ഓരോ ഡിപ്പാർട്ട്മെന്റിലെ അറിയിക്കാൻ പറയുമ്പോൾ അവരെ അറിയിച്ചാലും യാതൊരു ഒന്നുമില്ല, ഇതുവരെ ഒന്നുമില്ല. എന്നും ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുക, എല്ലാ സീസണിലും വെള്ളം ഇങ്ങനെ ഉണ്ട്. മാസങ്ങൾക്ക് മുമ്പ് കിഫ്ബി ഫണ്ടിൽ റോഡ് നവീകരണം നടത്തിയിട്ടും വെള്ളക്കെട്ട് പരിഹരിക്കാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു. റോഡിന്റെ പകുതി ഭാഗത്തോളം വെള്ളക്കെട്ടായതിനാൽ മധ്യഭാഗത്തുകൂടിയാണ് കാൽനട യാത്രക്കാർ സഞ്ചരിക്കുന്നത്. റോഡിൽ ഗതാഗതക്കുരുക്കുണ്ടാകാനും വെള്ളക്കെട്ട് കാരണമാകുന്നുണ്ട്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് ഞാൻ മുനിസിപ്പാലിറ്റി ചെന്ന് പറഞ്ഞു ചെയർമാൻ്റെ. അതുകൂടാതെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മളെ ഈ വാർഡിലെ, ഈ കട നിൽക്കുന്ന വാർഡിലെ മെമ്പറെടുത്ത് പറഞ്ഞു. അവരെല്ലാം ഓക്കെ, ഞാൻ ശരിയാക്കാം. അങ്ങനെ ഞാൻ ചെന്ന് ചോദിച്ചു. ഒത്തിരി ഈ സീസണിൽ ഒത്തിരി മണ്ണ് കൊണ്ടിട്ടാ. അങ്ങനെ ഞാൻ ഒരു 2 ലോഡ് മണ്ണിട്ട് അങ്ങ് നികത്തിയപ്പോൾ ആൾക്കാർ ഇവിടെ കച്ചവടം നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ അതിനുശേഷം എന്ത് ചെയ്ത്, ഒരു രാത്രി വന്നവര് ഈ മണ്ണെല്ലാം കോരിക്കൊണ്ടങ്ങ് പോയി. വീണ്ടും വെള്ളം അതിനെക്കാട്ടി കൂടുതലായി നിൽക്കരുത്. നമുക്ക് നിവൃത്തിയില്ല. നമ്മുടെ 2 കുടുംബത്തിന്റെ കടയാണ് ഇത്. വെള്ളക്കെട്ടിൽ വാഴ നട്ടുള്ള പ്രതിഷേധ സമരം പലപ്പോഴായി ജനങ്ങൾ നടത്തിയിട്ടും അധികൃതർക്ക് കുലുക്കമില്ല. പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകുന്നതല്ലാതെ ശാശ്വത പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല. നടപ്പാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അപാകതയുമാണ് മൈതാനത്തെ വെള്ളക്കെട്ടിന് കാരണം. ന്യൂസ് 18 വർക്കല.